ഇവളെ ഇവിടുന്ന് ഇറക്കി വിടുന്നോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണോ? അപ്പനും അമ്മയില്ലാത്ത കൊച്ച അതിനെ പെരുവഴി ഇറക്കി വിട്ടാൽ തമ്പരാൻ പൊറുക്കുകയില്ല. അപ്പോ അപ്പൻ നമ്മുടെ അമ്മച്ചിയോട് ചെയ്ത് തെറ്റോ? അത് പൊറുക്കാൻ പറ്റുന്നതാണോ? ആ പൊറുക്കണ്ട. തെറ്റ് ചെയ്തതിനേക്കാളും വലിയ തെറ്റാ തെറ്റിന് കൂട്ടു നിൽക്കുന്നത്. അതിനിപ്പോ എന്നാ വേണം? വേണ്ട ചായ, ഞാൻ പൊക്കോളാം. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. നീ മിണ്ടേരടി. നിങ്ങളൊക്കെ ഈ നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി ഞാനും എന്റെ അപ്പനും കൂടെ അടിവാരത്തെ കാട്ടിക്കിടന്ന് കഷ്ടപ്പെട്ടത് 1ഉം 2ഉം അല്ല, 16 കൊല്ലമാ. ഞങ്ങൾ രണ്ടുപേരും രാവും പകലും ഉണ്ണാതെ ഉറങ്ങാതെ ഉണ്ടാക്കിയതുകൊണ്ടാ നിനക്കൊക്കെ ഈ സിമ്പിളന്മാര് കെട്ടിയന്മാരെ കിട്ടിയത്. പിന്നൊരു കാര്യം, ഇത് എന്റെ വേർപ്പോടെ കൂടെ ഉണ്ടാക്കിയ വീടാ. ഇവിടെ ആര് നിൽക്കണം പോണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എന്നാ അലക്സ് ഒരു കാര്യം ചെയ്യ്, നമുക്കുള്ളതെങ്കിൽ വീതം വെച്ച് തന്നേക്ക്. അളിയന്റെ വീട് ഇവിടെ കെട്ടിയപ്പോ തന്നെ തന്നല്ലോ 75 പവൻ. അങ്ങനെ 75-100 രൂപയായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണേ തരാം. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ എഴുതി വെച്ചതാ. 3 പേർക്കും ആവശ്യത്തിനുണ്ട്. ഇത് എന്റെ പേരിലുണ്ടായിരുന്നു. ഇതും 3 പേരും കൂടെ പങ്കിട്ട് തന്നു. ഇതിനെ ഞാനെടുത്തു. അപ്പന്റെ ജോലിയല്ല. എനിക്കവിടെ നാഴി മണ്ണുണ്ട്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. നീ എന്നാ വിഷമിച്ചിരിക്കുന്നത്? അപ്പച്ചനും കൂടെ പോയില്ലേ? ഇനി എനിക്ക് ആരോ ഉള്ളേ? അപ്പൊ പിന്നെ ഞാനാരാ? ഇനി ഞാനാ നിന്റെ അപ്പനും അമ്മച്ചും. കേട്ടോ, ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇങ്ങോട്ട് നോക്കിയ ചായനുണ്ടടി കേട്ടോ. പുല്ലാങ്കുന്ന പീലിപ്പോസ് മാത്രമേ പോയിട്ടുള്ളൂ. മകൻ എവിടെ ഉണ്ട്? എൻ്റെ അപ്പം വെച്ചതായി കൊടി. ഈ കൊടിയിലെങ്ങാനും തൊട്ട നിന്റെ ചോര കൊണ്ട് വേറൊരു കൊടി ഞാനിവിടെ നാട്ടും. നിനക്ക് നിന്റെ കൊടി, എനിക്ക് എൻ്റെ കൊടി. അത് മതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിട്ട്. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അലക്സേ, ചക്ക വെട്ട് തുടങ്ങിയാ? ആ, ആദ്യം വെട്ട് ചക്കയാ. അത് പള്ളിക്കിരിക്കട്ടെ. അത് നന്നായി. അപ്പോഴേ ഇതെന്തിനാ പള്ളി കൊടുക്കുന്നേ? അതെ, വെഞ്ചിരിക്കാനാ. എൻ്റെ ഓർമ്മയില് ഫിലിപ്പോസ് ചേട്ടൻ മഴ നനയാണ്ടിരിക്കാൻ പോലും ഒന്ന് പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. കാര്യം പുള്ളിക്കാരന് കർത്താവിനെ വേണ്ടായിരുന്നെങ്കിലും വലിയ നന്മയും സ്നേഹവും ഒക്കെ ഉള്ള ആളായിരുന്നു. എന്നാ ചോടൊരു ഒച്ച. അത് ഫൈനൽ റിഹേഴ്സലാ മാർഗംകളിയുടെ. പെരുന്നാളിന് ഇത്തവണ ജോറാക്കണം. എന്നാ കാണാം. ചിന്ത തെളിഞ്ഞിത ചോഴലുമാവാനും തന്നോടെ മന്ദിരിമാരും തെരെ ഇക്കിനി
എന്നതാടാ ഇവ കാണിക്കുന്നത്? ചവിട്ട് നടക്കും. ഏയ് ഇതല്ലേ കുച്ചിപ്പുടി. ഒന്ന് പോടാവേ, ഇതാണ് ഭരതനാട്യം. ഇത് ഭരതനാട്യം ഗിരനാട്യം ഒന്നുമില്ല, പിന്നെ അല്ലേ? ഇതാണ് മാർഗംകളി. അങ്ങനെയാണെങ്കിൽ മാർഗംകളിക്ക് നമുക്ക് വേറെ പേരിടാം. ഇഷ്ടമില്ല? ഇത് മാർഗംകളിയൊന്നും അല്ല കേട്ടോ, ഇത് മരണക്കളിയാ. ആ വർക്കിച്ചനും ബെന്നിച്ചനും കണ്ട വെട്ടുപോത്തിനെ പോലെ ഇരിക്കും. അവന്മാരുടെ ഒരേ ഒരു പെങ്ങളാ. നീ അവന്മാരുടെ കൈ പെടാതെ നോക്കണം കേട്ടോ. സഖാവേ, എന്നതാ കൊച്ചിന്റെ പേര്? പേരറിഞ്ഞിട്ട് നിനക്ക് എന്തോണം പോടാണ്. നീ ആ കള്ളെടുത്ത് കുടിക്കും. കൊച്ചിന്റെ പേര് എന്തായിരിക്കും? ആനി. എന്തേ എടുത്തേ കപ്പായ ആവണേ? ആനി ഇങ്ങ് വന്നേ. എടേ നീ അങ്ങാടി പോകുമ്പോ ഇതും കൂടി കൊടുത്തേക്ക്. എനിക്കൊന്നും പറ്റില്ല. എനിക്ക് വായി നോക്കിയാൽ കണ്ടാൽ തന്നെ കലി വരും. നീ അവന്റെ വായി നോക്കണ്ടീ. പോയി ചായ. നാക്കിന്റെ പൈസ പോലും കിട്ടൂല. ഇത്രയല്ല കണ്ടോ, 5 ലിറ്ററിന്റെ കാശ 75 രൂപ. അങ്ങാടിയിലേ വേറെ കടകളില്ലാത്തന്റെ പൊളപ്പായി ഇവന്. നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ലിറ്ററിന് 1 രൂപ കുറവാ. നിങ്ങളിങ്ങനെ കാശ് കുറച്ച് ഞങ്ങൾ എന്താ ചെയ്യാ? നീ അതങ്ങോട്ട് കാച്ചി കുടിക്കടി, നിന്റെ ശരീരമൊക്കെ അങ്ങോട്ട് കൊഴുക്കട്ടെ. ദേ വായിക്കൊള്ളാത്ത വർത്താനം പറയല്ലേ. ഓ അവളൊരു പുണ്യോളത്തി വന്നേക്കണം. നീ എന്തിയോടി എന്തിയോടി നീ ഇതെടുത്ത് നിന്റെ തലയെ കൂടി ഒഴിക്കും. ഒഴിക്കടിയെന്നോ? ഒന്ന് മാറിയിരിക്കണേ. ഒഴിക്കടി, ഒഴിക്ക്. ദിവസം മുഴുവൻ പറമ്പിലും പശുവിന്റെയും പിന്നാലെയൊക്കെ നടന്ന് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ കാശോ ഇല്ല. എന്നിട്ട് ഇവനൊക്കെ വായിലിരിക്കുന്നതും കൂടെ കേൾക്കണം. നിങ്ങളൊക്കെ വലിയ കർഷക സംഘത്തിന്റെ നേതാവാണെന്നല്ലേ പറയുന്നത്. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾക്കറിയോ? ഈ സ്വഭാവമാണത്രേ. തിരിച്ചളങ്ങിയിട്ടുണ്ട്, നിവൃത്തിയാ മതി.